തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ UDF പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകാത്ത ഉൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ സമരം ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുക തിരിച്ചു നൽകാത്ത വിഷയവും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ പ്രവർത്തകരും പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ സായാഹ്ന ധർണ DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓഡിറ്റ് നടത്തുന്ന AR അസിസ്റ്റന്റ് ASR ഓഡിറ്റ് നെടുങ്കണ്ടത്ത അവിടുന്ന് നോട്ടീസ് പലർക്കും കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്, കുടിശ്ശിക ബാധ്യതയാണെന്ന് അറിയുന്നത് തന്നെ. ആരും അവരോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയെല്ലാം ഞങ്ങളുടെ നാട്ടിൽ പറയും, സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഭർത്താവ് മരിച്ച പല സ്ത്രീകളും കൗണ്ടറിൽ ചെല്ലുക ഭർത്താവിനെ കാണാൻ. CPM-കാർ കൊണ്ടുവരികയാണ് അവരെ സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി. പല ഭാര്യമാരും കാത്തു നിൽക്കുക സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇവരെല്ലാം വരും, മരിച്ചവരെല്ലാം വരും. ഇത് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് ആണെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന്, കട്ടപ്പനയിൽ, കാഞ്ചിയാറിൽ നിന്ന്, ഞാൻ അറിഞ്ഞിടത്തോളം മാങ്കുളത്തു നിന്ന് വരെ കളക്കാർ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിന്റെ വിസ്തൃതി. വാത്തിക്കുടി പഞ്ചായത്തിന്റെ 4-5 വാർഡേ ഉള്ളൂ, പക്ഷെ അങ്ങ് മാങ്കുളം വരെ കിടക്കുക CPM-ന്റെ ഏറിയ. സകല സഖാക്കളെയും വ്യാജ കാർഡുകൾ കൊണ്ട് ഇറക്കുമതി ചെയ്യും. നേരെ ചൊവ്വേ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ യാതൊരു തർക്കവുമില്ല, കേരളത്തിലെ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളും ഐക്യ ജനാധിപത്യത്തിന് പിടിച്ചെടുക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ്, DCC സെക്രട്ടറിമാരായ ജെയ്സൺ K. ആന്റണി, അഡ്വക്കേറ്റ് KB. സെൽവം, മറ്റ് നേതാക്കളായ ഷൈനി സജി, അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു.